നമസ്കാരം, എല്ലാവർക്കും സിമ്മിസ് യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുള്ള പാലപ്പമാണ്. സാധാരണ പാലപ്പം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് നമ്മൾ പച്ചരിയിലാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോതമ്പ് പൊടിയിലാണ്. വളരെ ഈസി ആയിട്ട് റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ് ഈ പാലപ്പം കഴിക്കാൻ. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇടാണ്. 1.5 കപ്പ് ഗോതമ്പ് പൊടി. 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ജാറിലേക്ക് ഇടുകയാണ്. തേങ്ങ മുഴുവൻ ഇട്ടു. 3/4 കപ്പ് പച്ചരിച്ചോറ് ഇതിലേക്ക് ഇടുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ഞാൻ 3/4 ടീസ്പൂൺ ഈസ്റ്റാണ്, അത് ചെറിയ ഈസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത്രയും ചേർത്തപ്പോഴാണ് എനിക്ക് നന്നായിട്ട് കിട്ടിയത്. ഇത് മുഴുവൻ ഇതിലേക്ക് ഇടുകയാണ്. കണ്ടോ, 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. പോരെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് നമ്മൾ ആദ്യം ഒഴിച്ചത്. പിന്നെ ഞാൻ അടിച്ചിട്ട് പോരാതെ വന്നു. അപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. മാവ് പൊടിച്ച് പൊങ്ങാനായിട്ട് 3-4 മണിക്കൂർ മതി കേട്ടോ. ഈസ്റ്റിൻ്റെ അനുസരിച്ചിരിക്കും, പിന്നെ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. 3-4 മണിക്കൂർ വെച്ചാൽ മതി. നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ നമുക്കൊരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് പാലപ്പം തയ്യാറാക്കാം. 3 മണിക്കൂറായി. അപ്പോൾ നമ്മുടെ പത്തിൻ്റെ മാവ് റെഡിയായി നോക്കാം. നല്ലോണം പൊളിച്ച് പൊങ്ങിയുണ്ടോ, കാണാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിടുകയാണ്. ഉപ്പിട്ട് കലക്കി നമുക്കിപ്പോൾ തന്നെ അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ലോണം പൊങ്ങി 2.5-3 മണിക്കൂർ, 4 മണിക്കൂറിൽ എന്തായാലും മാവ് നല്ലോണം പൊങ്ങിയിരിക്കും. അതിലപ്പുറം വെക്കേണ്ട കേട്ടോ. നല്ലോണം മാവ് പൊങ്ങിയുണ്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നല്ല സോഫ്റ്റ് മാവാണ് കേട്ടോ. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, നല്ല കറക്റ്റ്, നല്ല പതഞ്ഞ് പൊങ്ങി വന്നു കേട്ടോ. നമുക്ക് വേഗം തന്നെ അപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് മാവ് ഒഴിക്കുകയാണ്. അപ്പം റെഡി ആയിട്ടുണ്ട്. അടിപൊളി അപ്പം, ഭയങ്കര സോഫ്റ്റ് അപ്പമാണ്. നിങ്ങൾക്ക് തന്നെ കാണാതിൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. അടിപൊളി.
അപ്പോൾ നമ്മുടെ അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട്. അടിപൊളി. അടിപൊളി അടിപൊളി അപ്പം, സോഫ്റ്റ് അടിപൊളി പാലപ്പം. ഇതിൻ്റെ പുറകുവശം നമ്മുടെ സാധാരണ പാലപ്പം പോലെ തന്നെ കണ്ടോ, നല്ല ബ്രൗൺ കളറിൽ കണ്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കണ്ടോ, ബ്രൗൺ കളറാണ്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. എനിക്ക് ഒരുപാട് റീച്ചിങ് കിട്ടാനുണ്ട്. പ്ലീസ് നിങ്ങളെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.